ചേട്ടാ ഈ നിജാം ബാക്ക് ഉണ്ടോ? നിജാം ബാക്ക് എനിക്ക് നിനക്കൊന്ന് മത്സരിച്ചു വാങ്ങുന്ന നിജാം ബാക്ക് ഒന്ന് പോടാ വിട്ടോടി. കാലത്തിന് ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ. എന്താ പല്ലുട്ടിക്കുള്ള ആളുവനുണ്ട്. ചേട്ടാ പബ്ലിക്കം അച്ചാച്ചോ സ്കോറെന്തായി? എന്തൊരു ഒരു പ്രാർത്ഥന. നല്ല കാട് കിട്ടാനാ. ദേ നമ്മുടെ സച്ചിൻ ദൈവം വിളി കേട്ടറാ. ഇത് പബ്ലിക്കമ്മ പല്ലുട്ട ആളല്ലേ, തിന്നുമ്പോ സൂക്ഷിക്കണട്ടാ. ഇന്നാരും ഉമ്മച്ചില്ല ദാമരട്ടെ കണ്ടേ. ഇന്ന് രാത്രി നീ കിടന്നിട്ട് എണീച്ചാലേ നീ ചത്തു. സുമേഷാണെന്റെ കളി ഒട്ടാകണ്ണ. പേടിക്കണ പേടിക്കണ ആകട്ടെ തുറക്ക്. ഉച്ചക്ക് ചാളക്കൂട്ടണേന്നല്ലേ ചത്തുപോവോ? അസുഭീഷണ പറഞ്ഞേ പുള്ളായിരിക്കുള്ളൂ. സുബിച്ചേട്ടാ എല്ലാ ദിവസവും കടിക്കുന്നതല്ല. പിന്നെ ആ കടയിലത്തെ ചന്ദ്രേട്ടനും പറഞ്ഞില്ലേ ഇതെന്തായാലും പുള്ളല്ലായിരിക്കും. ആ അത് ശരിയാട്ടാ, അവന് ദാന പ്രക്രിയൊക്കെ അറിയാ. പിന്നെ നീയേ ഉറങ്ങാണ്ടിരിക്കും, ഉറങ്ങിയാലേ ചത്തോളോ. നീ പിന്നെ അച്ഛനോട് അമ്മനോടൊന്നും പറഞ്ഞാട്ടാ, നല്ല അടിയിട്ടാ. കണ്ണൻചേട്ടാ ഞാൻ ചത്തുപോയാലേ എനിക്ക് വാവേനെ കാണാൻ പറ്റില്ല, കണ്ണൻചേട്ടനെ കാണാൻ പറ്റില്ല, രമേനെ കാണാൻ പറ്റില്ല. എന്നൊന്ന് രക്ഷിക്കോ? ആ രക്ഷിക്കാടാ. നീ കുറെ വെള്ളം കുടിച്ചോ, പിന്നെ വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ. അപ്പത്തേക്ക് ഞാനൊരു നീ രക്ഷപ്പെടാനുള്ള വഴി കൊണ്ടുവരാം. ആ ചത്തു. അന്ന് സുഭിച്ചേണ്ട ദിവസമായിരുന്നു. ഞാൻ ശരിക്കും പെട്ടുടാ. ചില ദിവസം എങ്ങനെയാ. ഇപ്പൊ ഞാൻ പെട്ടില്ലേ. അപ്പോ വീണ്ടും നിങ്ങൾ സുഭിച്ചനോട് തോറ്റു തുന്നാൻ പാടില്ലേ? തോറ്റു നാണം കിട്ടുപോയി. ശരിക്കും കൊറേ തോറ്റാലും ഉണ്ണിയും കണ്ണൻ ഞാൻ നിന്നിട്ട് അടിപൊളി. ആദ്യം ഞാൻ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചേ, പിന്നല്ലേ ചക്രത്തിന്റെ കാര്യം മനസ്സിലായി. ചക്രത്തിന്റെ കാര്യോ? ആ പിൻചക്രവും മുൻചക്രവും ആ എല്ലാം പറയടാ. ടയർ ശരിക്കും വെച്ച് അപ്പൊ പഞ്ചരട്ടിയല്ലേ? ചെറുതായിട്ട്. ചെറുതാണല്ലേ. അപ്പൊ ബിളുകം വീങ്ങിട്ട് എന്തായി? ചാകാതിരിക്കാൻ നമ്മൾ ദൈവത്തെ വിളിക്കില്ലേ, അങ്ങോട്ട് മനസ്സറിഞ്ഞു വിളിച്ചു. ദൈവമേ ഇന്ന് നല്ല ഉണ്ണിയായാലോ ദൈവമേ, എന്ത് പറ്റിയാവോ? നാഴമേറും നിൻമഹശാഴിയിൽ ങ്ങളാകവേ കണ്ടിട്ടെന്തായി രക്ഷിക്കോ? എവിടെ ഉണ്ണിടമ്മ രണ്ടാള് തൊപ്പിക്കണ്ടല്ലോ. കണ്ണൻചേട്ടാ അതെ കണ്ണൻചേട്ടൻ ഈ വണ്ടി എടുത്തോ, വേണമെങ്കിൽ ഈ മുറിയിലത്തെ എന്തെങ്കിലും എടുത്തോ. വണ്ടി അതെ ഈ വെളിച്ചെണ്ണ വണ്ടി എന്നിട്ടില്ല. അതെ ഈ വെളിച്ചെണ്ണ പുരട്ടിയാ പിന്നെ ചക്കപ്പശ ഒട്ടൂല. ഒട്ടില്ലേ? ഇല്ല. ഇതേ ഇങ്ങനെ കയ്യിലാക്കി കൊടുത്താ മതി. നിനക്ക് വല്ല മനസ്സിലായ? ഇല്ല കണന്നിട്ടാ ഇതൊക്കെ ഇത് കേടായി. അതൊക്കെ നമുക്ക് ശരിയാക്കടാ. എടാ മണ്ട, നീ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചാൽ മതി, ബബിൾക്കത്തിന്റെ പശ പോവും. എന്തായാലും പോവും. പിന്നെ ഈ പോലീസ് വണ്ടിയില്ലേ, ഞാൻ ശരിയാക്കി തരാം. നീ പോയി ആരും കാണാതെ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചോ. പക്ഷെ വണ്ടി ശരിയാക്കി തരണട്ടാ. ആ താ അതെ. പിന്നെ വേണമെങ്കിൽ നീ ഒന്ന് ഉറങ്ങാണ്ടിരുന്നു, ഉറങ്ങാനല്ലേ ചത്തുള്ളൂ. നീ പേടിക്കണട്ടാ.
ആ കണ്ണ എന്താ ഈ നേരത്ത്? എന്നിട്ടാണ് ഞാൻ പായസനാ? ആ അതെ അതെ പൈസ നീ വാ. എന്തിനാ പായസം കളഞ്ഞ? ഇന്നെ പറഞ്ഞാലായിരുന്നു. ആണോ? അതെ ഈ ബാക്കിയുള്ളതിലേ പാറ്റ വീണു, അതടാ കളഞ്ഞേ. അയ്യോ കഷ്ടാലോ. പായസമുള്ള കേക്ക് കുറിച്ച് കഴിഞ്ഞാ? കേക്കാ? കേക്ക് മുറിക്കാം. മഞ്ജുള ചേട്ടോ, ഞാൻ വന്നതേ നോക്കിയേ, ഇത് ഉണ്ണിയുടെ ബൈക്കാ. ആ ആകെ പോയി, ഒന്ന് ശരിയായി തരുമോ? നോക്കട്ടെ. ദേ അയ്യോ ഇത് കൊള്ളാലോടാ. പ്രിയപ്പെട്ട കണ്ണൻ ചേട്ടാ, ഇതുണ്ണീതിനെ കത്താ. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ വിളിച്ചെണ്ണ ഓടിച്ചു. ഒരു രക്ഷയില്ല, വേറെ വേദന എടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ചത്തുപോകുന്ന തോന്നണേ. എങ്ങാനും ഞാൻ ചത്തുപോയാ എൻ്റെ മീൻ കുഞ്ഞിന് ശക്തിമാൻ്റെ സ്റ്റിക്കറും കണ്ണൻ ചേട്ടൻ എടുത്തോട്ടാ. പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ മുന മാറ്റി നിറക്കണ പെൻസിലുണ്ട്. ഈ കത്ത് അതുകൊണ്ട് എഴുതണേ. അത് രമയുടെയാ. അവൾക്കത് ചേട്ടൻ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അവളുടെ അടുത്ത് ഞാൻ ബബിൾക്ക് നിന്ന് ചത്തുപോയി എന്ന് പറയണം കേട്ടാ. ഇത് കേട്ട അവൾ കരയൂ? അമ്മ എന്തായാലും കരയും. അച്ഛനും അവരോട് കരയേണ്ട സാരില്ല എന്ന് പറയണട്ടോ കണം ചേട്ടാ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുഞ്ഞാവ് വരും. അപ്പൊ ഇനി അവരെന്നെ മറക്കോ കണ്ണൻ ചേട്ടാ? കണ്ണൻ ചേട്ടൻ എന്നെ മറക്കോ? മറക്കല്ല കേട്ടാ. എല്ലാവരോടും പറഞ്ഞോളൂ എന്നെ മറക്കല്ലേ എന്ന്. ടാറ്റാ ബൈ ബൈ എന്നുണ്ണി ദാമോദരൻ. ഈ ചിരട്ടത്തുമ്പോ ഒരു ശബ്ദം ഉണ്ടല്ലേ, വിഷുവിന് തലച്ചക്രം കറങ്ങണ മാതിരി. നീ ഉണ്ടിക്ക് പഠിക്കാണ്ടത് വെള്ളം വെച്ച് കെടുത്താ നോക്കി. തേക്കാനത് മതിയാ? കെടുത്തട്ടെ? മതി മതി, നീ അത് കെടുത്തിയ. അവന്റെ യൂണിഫോം എന്തെങ്കിലും തേക്കണ്ട. ഉണ്ണിടമ്മേ എന്തോ ഉണ്ണിണ്ടില്ലേ? അവനെ നീറ്റില്ലടാ. അതെയാ? അവനെപ്പോ വിളിച്ചാലോ? കൊറേ നേരം ഇങ്ങനെ തുടങ്ങണു. അത് ശരിയാ, ഇങ്ങനെ ഉറങ്ങാറില്ലല്ലോ അവൻ. നീ ഒന്ന് പോയി വിളിച്ചു നോക്കിയേ. നീറ്റോ? നീ കണ്ട നീ വാ വാ, നീ ഉറങ്ങിയില്ലേ? മുഖല കുഴപ്പമുണ്ടോ? കണ്ണൻ ചേട്ടോ, മുക്കട ശരിക്കും മുക്ക് മുക്കി നോക്ക്, അപ്പൊ പോവും. പോയാ പോയാ ഞാനിപ്പോഴും ജീവിച്ചിരിക്കണേ അറിയണേ അല്ലേ? അതേല്ലേ? എന്നിട്ട് കണഞ്ചേട്ട വണ്ടി ശരിയാക്കിയ? ഇന്നലെ ഞാൻ മഞ്ജുള ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മഞ്ജുള ഞാൻ നമ്മ വിചാരിക്കുന്ന ആളട്ടെ മോനെ, വലിയ കണ്ടുപിടുത്തക്കാരനാ. ആ മഞ്ജുള ഞാൻ വീട്ടിൽ മുഴുവനേ വണ്ടി ശരിയാക്കണ സാധനങ്ങളാ. തീ കത്തിട്ട് കറങ്ങണ ഫാൻ വരെ ഉണ്ട്. ആ എന്നിട്ട് വണ്ടി ശരിയാക്കി തന്നാ? അത് മാത്രം ആൾക്കാരില്ലെന്ന് പറഞ്ഞു. എന്നിട്ടേ എന്താ ചെയ്യാ? എന്ത് വണ്ടി അങ്ങനെ ശരിയാക്കി? ആ നീ പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാ. ശരിയാക്കി തരോ? അതെല്ലേ? എന്തരാ? അയ്യോ കണ്ണൻ ചേട്ടാ, എനിക്ക് വീണ്ടും വന്നു. കണ്ണാ കണ്ണാ ഡാ കണ്ണാ, ഈ ചെക്കനിത് എവിടെ പോയി? കണ്ണുണ്ടോ അവിടെ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ ചെക്കൻ പല്ല് വെച്ച് രാവിലെ മോറ് കഴുകാണ്ട് കിടക്കുക. ഇന്നലെ ആണെങ്കിൽ തീരെ ഉറങ്ങിയിട്ടില്ല. എന്തു പറ്റിയാവോ? അല്ല, നാരായണിയമ്മനെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അമ്മയ്ക്ക് തീരെ വയ്യ, ഇന്നലെ പനിയാ. കുറവില്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ട് കാണിക്കണം. എനിക്ക് തോന്നി എന്തോ വയ്യാണ്ടെന്ന്. കണ്ണാ, ഇന്നലെ തൊട്ട് നോക്ക ഈ ചക്ക തരാൻ. ഈ വയ്യാണ്ടിരിക്കുമ്പോ എന്തിനാ ചക്ക? സമയമാണല്ലോ, സാരില്ല. പറഞ്ഞു കൊടുക്കും. കണ്ണാ, നീ ഇതെവിടെയായിരുന്നു? എന്തമ്മ പല്ല് വെച്ചടാ നീ? ഇത് വെച്ചോ, ഇന്ന് തന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്ക്. വേണ്ട, കാശിലായിട്ട് ഇത് വെച്ചോ, ഇത് കയ്യിൽ വെക്ക്. അന്യന്മാരല്ലോ, മേടിച്ചോ, കടയിട്ട് കൂട്ടിയാ മതി. നീ കാരണ
എനിക്ക് ഏറ് കിട്ടിയേ. അയ്യെന്നെ പറഞ്ഞതാണ്. ഏറുമ്പോ കളിക്കുമ്പോ ഒളിച്ചിട്ടല്ലേ മിണ്ടരുന്ന് പറഞ്ഞല്ലേ ബബ്ലുക്ക. കൊടു നീ. ആരുടെ വേണം വെക്കണേ? നിങ്ങൾ വന്നേല്ലാരും ഒരു സാധനം തരാം. അല്ലയോ എനിക്ക് കിട്ടിയില്ല. അയ്യോ ഇതാ പിള്ളേർക്കുള്ളതാ. അളിയോ അതൊക്കെയല്ലോ മഞ്ജു വരും. എടി മഞ്ജു മോളെ എനിക്ക് കുറച്ച് ഈത്തപ്പഴം. വാ 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 പതുക്കെ പതുക്കെ ഇരുന്നോ എല്ലാവരും. എന്നാ എടുത്തോ താഴത്ത് കളയട്ടാ. എന്താടാ ഞാനിരിക്കട്ടെ. എല്ലാരും കിട്ടിയില്ലേ? ഇതിന്റെ കുരു വയറ്റി പോയാലേ മുളച്ച് ചെടിയാവും. ഡാടാ വേണ്ടെന്ന് പറഞ്ഞു കൊടുക്കല്ലേ നീ. ഇന്നെന്താ ക്രിക്കറ്റ് കളിയൊന്നുമില്ല. പന്തോട്ടി എടാ പന്ത് പൊട്ടിയെങ്കിൽ പൊട്ടിയ പന്ത് വെച്ച് ഏറും പന്ത് കളിക്കണം. നമുക്കൊന്ന് പിടിച്ചടിച്ചാല മഞ്ചലാട്ടാ. അതൊന്നും വേണ്ട. ഞാൻ ഒന്നല്ല മഞ്ചലേട്ടാ, ആ വിനുവാണ്. അവനാള് ശരിയല്ല, അവൻ പ്രശ്ന. കഴിച്ചോ പന്ത് കാണിച്ച്. ഇതിന്റെ അത് കല്ലുപ്പുണ്ട്. പന്ത് വാങ്ങുമ്പോൾ നോക്കിയിട്ട് വാങ്ങണം. ചേട്ടൻ കാശ് വരും, ഞങ്ങൾ കുലുക്കി വാങ്ങിക്കാം. തരാടാ. എടാ ഈ വാങ്ങിച്ച കളികളൊക്കെ എന്നാ ഉണ്ടായത്? ഞങ്ങൾ കൊണ്ട് ഈ പന്ത് ഉണ്ടാക്കും. അതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഈ സൈക്കിളിൻ്റെ ട്യൂബില്ലേ, അതിങ്ങനെ മുറിച്ച് മുറിച്ച് റബ്ബർ ബാൻഡ് പോലെ ആക്കി അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി നമ്മൾ പന്തുണ്ടാക്കും. അത് കുത്തിയാ പൊന്തോ? ആ പൊന്തോന്നാ. എടാ ഭയങ്കര സ്പീഡാ. ഒരൊറ്റ അടി അടിച്ചാൽ അങ്ങനെ പറക്കും. നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കണം. മഞ്ചലോട്ടം കുറെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നല്ല ചോദ്യം. അല്ല മഞ്ചലോട്ടം ശരിക്കും പണി. എടാ ഞാനവിടെ ഒരു വലിയ കമ്പനിയിൽ കണക്കൂട്ടില്ല. ഒരു പൊട്ടപ്പണി. അത്യാവശ്യം കാശ് കുറച്ച് കിട്ടും, പക്ഷെ ഒരു പേട്ടപ്പണിയാണ്. അപ്പൊ വണ്ടി ശരിയാക്കലല്ലേ? എടാ അത് ആഗ്രഹം, ഇത് തലവര. ആ മഞ്ചോളേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ തലയിലത്തെ ചുഴിയില്ലേ, അത് നോക്കിയേ നമുക്ക് എത്ര കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. നീ ആ തലങ്ങൾ കൊണ്ടുവന്നേ നോക്കട്ടെ. ചേട്ടന്റെ കാണാൻ നിനക്ക് ഒരാളൂട്ടാ. നിനക്ക് എന്തായാലും ഒരു കല്യാണം കഴിക്കാം. എനിക്ക് 3 ഉണ്ട് കേട്ടാ. 3 അല്ല 30. തലയിലുള്ള വട്ടച്ചോലയുടെ പാടൊന്നും ചൂടിയല്ലാട്ടാ. പോടാ. മഞ്ചള ചേട്ടോ, ആ എന്റെ അച്ഛൻ പറഞ്ഞാണ് മഞ്ചള ചേട്ടൻ കഥ എഴുതുന്നാളെന്ന്. അതെ, അച്ഛൻ പണ്ട് നാടക കഥകൾ എഴുതായിരുന്നു. അതുകൊണ്ട് പണ്ട് കഥകൾക്ക് വലിയ പഞ്ഞില്ലായിരുന്നു. ഇത് വെറുതെ പന്തും പൊട്ടിയിരിക്കല്ലേ? മഞ്ചളും ചേട്ടനൊരു കഥ പറ. പക്ഷേ പുളു കഥ വേണ്ടട്ടാ. പുളു അല്ലാത്ത കഥ. അപ്പം ഏത് കഥ പറയും? അങ്ങനെയാണെങ്കിൽ ഒരു ഭൂതത്തിൻ്റെ കഥ പറയാം. അയ്യേ ഭൂതത്തിന്റെ കഥയല്ലേ? ആ കഥയ്ക്ക് എനിക്കറിയാം. ഇത് നിനക്ക് അറിയാത്ത ഭൂതത്തിൻ്റെ കഥ. ഒരിക്കൽ ഒരിടത്ത് ഒരു വലിയ പുഴയുടെ തീരത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ പുഴ വഴി ഒരു ഭൂതം ചെറിയ വഞ്ചിയിൽ അങ്ങനെ വരികയായിരുന്നു. അപ്പോൾ അതാ പുഴയുടെ തീരത്ത് 2 കുട്ടികൾ ഓടിക്കളിക്കുന്നു. ഒരു ഉണ്ണിമോനും ഒരു ഉണ്ണിമോളും. ഭൂതത്തെ കണ്ടതും ഉണ്ണികൾ പേടിച്ചു. അവരവരുടെ അമ്മയുടെ അരികിലേക്ക് ഓടി. ഭൂതം കൊണ്ടോ വിടാൻ വഞ്ചിയെ കരക്കടുപ്പിച്ച് അമ്മയെ ചേർത്ത് പിടിച്ച് പേടിച്ചു നിൽക്കുന്ന ഉണ്ണികളെ തന്നെ ലക്ഷ്യമാക്കി ചിലമ്പണിഞ്ഞ കാലുകളുമായി ഭൂതം ഉണ്ണികളുടെ വീട്ടിലേക്ക് നടന്നു കയറി. അപ്പുറത്ത് വയ്യാതെ അവശനായിരിക്കുന്ന ഉണ്ണികളുടെ അച്ഛനെ അവഗണിച്ച് ഭൂതം അരക്കെട്ടിൽ നിന്നൊരു ചുവന്ന കിഴി പുറത്തെടുത്തു. എന്നിട്ട് ഉണ്ണികളെ ഭൂതത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു. പക്ഷേ ഒരു ഭൂതത്തിനും തങ്ങളെ അമ്മ വിട്ടുകൊടുക്കില്ലെന്ന് ഉണ്ണിക്ക് നല്ല ഉറപ്പായിരുന്നു. അവൻ അമ്മയോട് കൂടുതൽ ചേർന്ന് നിന്നു. ഭൂതം പിന്മാറിയില്ല. അമ്മയുടെ മടിയിലേക്ക് വീണുകൊണ്ടിരുന്ന സ്വർണ്ണ നാണയങ്ങൾ കണ്ട് അമ്മ ഒന്ന് പതറി. അപ്പൊ അതാ ആ തക്കത്തിന് ഉണ്ണിമോന്റെ കൈകളിൽ ഭൂതം കയറി പിടിച്ച് വലിച്ചു. ഉണ്ണി പേടിയോടെ കരഞ്ഞുകൊണ്ട് അമ്മയെ കൂടുതൽ ചേർന്നു നിന്നു. അമ്മ കണ്ണീർ ആയുധമാക്കി. എന്നിട്ടും ഭൂതം പതറിയില്ല.
ഒരു ഉണ്ണിയെങ്കിലും ഇല്ലാതെ മടങ്ങില്ലെന്ന് ഉറച്ച് കോപം പൂണ്ടു നിൽക്കുകയായിരുന്നു ഭൂതം. അമ്മയുടെ കൈകളിൽ നിന്ന് ഉണ്ണിയുടെ കൈകൾ പതിയെ നഷ്ടമായി. ഉണ്ണുമോൻ ഭൂതത്തിന്റെ കയ്യിലകപ്പെട്ടു. എന്നിട്ടും അമ്മ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റില്ല. ഉണ്ണിമോന്റെ മേലിൽ നിന്ന് പിൻവലിച്ച അതേ കൈകൾ കൊണ്ട് അമ്മ അപ്പോൾ സ്വർണ്ണ നാണയങ്ങളെയും ഉണ്ണിമോളെയും ചേർത്ത് വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നു. ആ കാഴ്ച ഉണ്ണിമോനൊരു ഞെട്ടലായിരുന്നു. ഭൂതം അപ്പോൾ അവനെ കൂടുതൽ ശക്തിയിൽ വലിച്ചു നടത്തി, വഞ്ചിയിൽ കയറ്റി. എന്നിട്ടും അമ്മ അവന് പുറകെ കരഞ്ഞുകൊണ്ടോടി വന്നില്ല. അമ്മയ്ക്ക് തന്നെ വേണ്ടേ? അവന് ഭൂതത്തിന്റെ കയ്യിലകപ്പെട്ടതിലും വലിയ സങ്കടം അതായിരുന്നു. അവന്റെ അച്ഛൻ മരിച്ചതുപോലും അറിയാതെ, അമ്മ അവനെ അത് അറിയിക്കാതെ അവൻ ഭൂതത്തിനൊപ്പം യാത്രയായി ഭൂതങ്ങളുടെ നാട്ടിലേക്ക്.